കോഴിക്കോട് ജില്ലയിൽ ഒരു മിനി ഗോവ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? വടകരയ്ക്കും പയ്യോളിക്കുമിടയിൽ ഇരിങ്ങൽ എന്ന സ്ഥലത്ത് നിന്ന് സർഗാലയ വഴി പോകുന്ന ഒരു റോഡുണ്ട്. സർഗാലയ റോഡിലൂടെ 4 കിലോമീറ്ററോളം ദൂരം പടിഞ്ഞാറോട്ട് പോയാൽ മനോഹരമായ തീരത്തെത്താം. തെങ്ങിൻ തലപ്പുകൾ കാവ്യാലാപനം നടത്തുന്ന പറമ്പിന് നടുവിലൂടെയുള്ള റോഡ്. ഒരുമ്പാടിന്റെ സിംഹഗർജനവുമായി ഒരു വശത്ത് കടൽ, കണ്ടൽക്കാടിന്റെ ഞൊറിവെച്ച കായലും പുഴയും മറുവശത്ത്. മണൽ വിരിച്ച വഴികളിൽ ചിലപ്പോൾ ആരവങ്ങളും ചിലപ്പോൾ കനത്ത മൗനവും. കടലും കായലും കാടും പുഴയും കണ്ടലും എല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്ന ഇതുപോലെ ഒരിടം വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കേഷ്യ മരങ്ങളുടെ വിശാലമായ ഒരു കാടിനു നടുവിലൂടെ നടന്നു വേണം കടൽ തീരത്തെത്താൻ. ഒരു വശത്ത് കാടും മറുവശത്ത് നിറയെ കണ്ടലുകളും. സൂര്യൻ ഓട്ടത്തിന്റെ അവസാന ലാപ്പിലെത്തിയിരിക്കുന്നു. മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട്. ഇരുട്ടു വീഴാൻ ഇനി അധിക നേരമില്ല. അങ്ങ് ദൂരെ ധർമ്മടം തുരുത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദ്വീപ്. ഇത്രയും കാലം ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ദിനോസറിന്റെ അസ്ഥികൂടം പോലെയുള്ള വേരുകളിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കണ്ടലുകൾ. ഇത്രയും നല്ലൊരു കാഴ്ച മുമ്പ് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. തീരത്തെ തൊട്ടു തലോടാനെത്തുന്ന കടലിന്റെ കൈകൾ. വശ്യമായ വേഷപ്പകർച്ചയോടെ തീരം. ഇരുട്ടിന്റെ കമ്പളം കൊണ്ട് തീരം മെല്ലെ മൂടപ്പെടുകയാണ്. ഞാൻ ഇവിടെ നിന്ന് മടങ്ങി.